ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെൻട്രൽ ബാങ്കിൻ്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സെൻട്രൽ ബാങ്കിങ് ഫംഗ്ഷനെ കുറിച്ചാണ്. നമുക്കറിയാം, ഇന്ത്യയിലുള്ള സെൻട്രൽ ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ അങ്ങനെയുള്ള റിസർവ് ബാങ്ക് ഒരു സെൻട്രൽ ബാങ്ക് എന്ന നിലയിൽ കുറേയധികം ഫങ്ഷൻസ് പെർഫോം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യം തന്നെ ഈ ചാപ്റ്ററിൻ്റെ അല്ലെങ്കിൽ ഈ ടോപ്പിക്കിൻ്റെ ഇൻട്രഡക്ഷൻ സമയത്ത് തന്നെ പറഞ്ഞിരുന്നു. എന്താണ് സെൻട്രൽ ബാങ്ക്, അതിൻ്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണ്, അത് തന്നെയാണ് ഇവിടെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ ഫങ്ഷൻസിനെ, ആർ ബി ഐയുടെ ഫങ്ഷൻസിനെ നമുക്ക് രണ്ടായിട്ട് വേണമെങ്കിൽ ക്ലാസിഫൈ ചെയ്യാം. മോണിറ്ററി ഫങ്ഷൻ എന്നും നോൺ മോണിറ്ററി ഫങ്ഷനായിട്ടും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ക്ലിയർ? അപ്പോൾ ഇതിൽ മോണിറ്ററി ഫങ്ഷനാണ് ആദ്യം നോക്കുന്നത്. അതിൽ ഒന്നാമത്തതാണ് മൊണോപ്പൊളി ഓഫ് നോട്ട് ഇഷ്യൂ. ഏതൊരു സെൻട്രൽ ബാങ്കും അല്ലേ, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫങ്ഷനായിട്ട് നമ്മൾ അറിയാൻ പറ്റുന്ന, മനസ്സിലാക്കാൻ പറ്റുന്നതാണ് നോട്ട് ഇഷ്യൂ. ക്ലിയർ? സെൻട്രൽ ബാങ്കിന് മാത്രമാണ് നോട്ട് ഇഷ്യൂ ചെയ്യാനുള്ള റൈറ്റ് ഉള്ളത് ഇപ്പോൾ മിക്കവാറും എല്ലാ രാജ്യങ്ങളും. അതുകൊണ്ട് തന്നെ സെൻട്രൽ ബാങ്ക് ഓഫ് എ കൺട്രി ഓർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എൻജോയ്സ് ദ മൊണോപ്പൊളി ക്ലിയർ ഓഫ് നോട്ട് ഇഷ്യൂ. എന്താണ് ഈ നോട്ട് ഇഷ്യൂ? കറൻസി നോട്ട് ഇഷ്യൂ ചെയ്യുക. ക്ലിയർ? അപ്പോൾ ഒരു രാജ്യത്തിലേക്ക് അല്ലെ എക്കണോമിക്ക്, മോണിറ്ററി സിസ്റ്റത്തിന്, ഫിനാൻഷ്യൽ സിസ്റ്റത്തിന് അല്ലെ ആവശ്യമായിട്ടുള്ള തോതിൽ, അളവിൽ അല്ലെ കറൻസി നോട്ടുകൾ ഇഷ്യൂ ചെയ്ത് സർക്കുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ വിഡ്രോ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനുള്ള ഒരു മൊണോപ്പൊളി ഏജൻസിയാണ് റിസർവ് ബാങ്ക്. So according to section 22 of Reserve Bank of India Act, Reserve Bank has given the sole right to issue currency notes in India. Clear? And other than 1 rupee coin. ഒരു ചെറിയൊരു എക്സംഷൻ ഉള്ളത് 1 rupee അല്ലെങ്കിൽ 1 rupee നോട്ടുകളും, ക്ലിയർ, കോയിൻസ്, ഓക്കെ, അതുപോലെ തന്നെ സബ്സിഡറി കോയിൻസ്. ക്ലിയർ? ഇപ്പോൾ 1 rupeeയുടെ നോട്ട്സ്, ഓക്കെ, അതുപോലെ തന്നെ കോയിൻസ് ഉണ്ടെങ്കിൽ കോയിൻ, അതുപോലെ മറ്റുള്ള കോയിനുകൾ 50 പൈസയുടെ കോയിൻ അല്ലേ, 1 രൂപ, 5 രൂപ അങ്ങനെയുള്ള കോയിനുകളും അതൊക്കെ ഇഷ്യൂ ചെയ്യാനുള്ള റൈറ്റ് എന്ന് പറയുന്നത് ആർക്കാണ്? സോ റൈറ്റ് ഈസ് ഗിവൺ ടു ദി മിനിസ്ട്രി ഓഫ് ഫിനാൻസ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ക്ലിയർ? അപ്പോൾ മിനിസ്ട്രി ഓഫ് ഫിനാൻസിനാണ് കറൻസി നോട്ട് ഓഫ് ₹1 ആൻഡ് അതർ സബ്സിഡറി കോയിൻസ്, ക്ലിയർ, ആർ ഇഷ്യൂഡ് ബൈ മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. ക്ലിയർ? ബാക്കിയുള്ള എല്ലാ നോട്ടുകളും, കറൻസികളും അല്ലേ, ബാക്കിയുള്ള ഏതാ നോട്ട്, ഇപ്പോൾ നമ്മൾ 2 രൂപയൊക്കെ പറയുമെങ്കിൽ പോലും ഇപ്പോൾ അത് സർക്കുലേഷൻ വലുതായിട്ടില്ല അല്ലേ. ഇപ്പോൾ 2 രൂപയുണ്ട്, 5 രൂപയുണ്ട്. ക്ലിയർ? ഇപ്പോൾ 2 രൂപ കാണാനില്ല. നേരത്തെ 1 രൂപയാണ് ഉള്ളത്, അത് ഇപ്പോഴും ഉണ്ട്, പക്ഷേ ഇപ്പോൾ സർക്കുലേഷൻ വലുതായിട്ടില്ല. ഓക്കെ, 1 രൂപ ഇഷ്യൂ ചെയ്യുന്ന ആരാണ്? മിനിസ്ട്രി ഓഫ് ഫിനാൻസ്. ക്ലിയർ? ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് മിനിസ്ട്രി ഓഫ് ഫിനാൻസിൽ വരുന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രിയാണ് ഇത് ഇഷ്യൂ ചെയ്യുക. ഫിനാൻസ് സെക്രട്ടറിയാണ് ആ നോട്ടിൽ ഒപ്പിട്ടിട്ടുണ്ടാവുക. ക്ലിയർ? ദെൻ 5, 10 അല്ലേ, 20, ദെൻ 50 അല്ലേ, 100, ദെൻ 500, ക്ലിയർ, 2000, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ കറൻസി നോട്ട്. ഓക്കെ, ഇങ്ങനെയുള്ള ഈ നോട്ടുകളൊക്കെ ഇഷ്യൂ ചെയ്യുന്ന ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഓക്കെ, റൈറ്റ്. സോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എൻജോയ്സ് ദ മൊണോപ്പൊളി പവർ ഓഫ് നോട്ട് ഇഷ്യൂ ആൻഡ് അതുപോലെ തന്നെ മൊണോപ്പൊളി എന്ന് പറയാൻ കാരണം, ഇനിയിപ്പോൾ 1 rupee നോട്ട് ഇഷ്യൂ ചെയ്യുന്നത് ഗവൺമെൻറ് ആണെങ്കിലും, ക്ലിയർ, ഗവൺമെൻറ്റിന് വേണ്ടി അത് അടിക്കുന്ന, പ്രിൻ്റ് ചെയ്യുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ തന്നെയാണ്. ക്ലിയർ? പക്ഷെ അത് ഇഷ്യൂ ചെയ്യുമ്പോൾ ഗവൺമെൻറ് ആണ് ചെയ്യുന്നത് മാത്രം. ഓക്കെ, സോ ദി അസറ്റ്സ് ഓഫ് ദ ഇഷ്യൂ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഇത് 2 ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. ഇത് ചെയ്യുന്നതിന് വേണ്ടി ഒന്ന് റിസർവ് ബാങ്കിൽ തന്നെ അല്ലേ, നോട്ട് ഇഷ്യൂവിന് വേണ്ടി ഒരു നോട്ട് ഇഷ്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, ഇഷ്യൂ ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്, അതുപോലെ തന്നെ ബാങ്കിങ് ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്. ക്ലിയർ? സോ ദർ ഈസ് എ ഇഷ്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ദർ ഈസ് എ ബാങ്കിങ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇഷ്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ജോലി എന്താ? ക്ലിയർ? സെക്യൂരിറ്റീസൊക്കെ കൈവശം വെച്ചുകൊണ്ട് അതിന് തുല്യമായിട്ടുള്ള നോട്ടുകൾ പ്രിൻ്റ് ചെയ്യുക എന്നുള്ളതാണ്. ക്ലിയർ? അങ്ങനെ പ്രിൻ്റ് ചെയ്യുന്ന നോട്ടുകളെ സർക്കുലേറ്റ് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക അല്ലേ, ഇതെല്ലാം ചെയ്യുന്നത് ബാങ്കിങ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഓക്കെ, അപ്പം അങ്ങനെ ഈ 2 ഫങ്ഷൻസ് ആയിട്ടാണ് അവിടെ വരുന്നത്. So the assets of the issue department, clear, which in the form of backing of the note issue are kept separate from the banking department. Clear? അപ്പോൾ ഇത് ബാങ്കിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ക്ലിയർ? എത്ര രൂപയാണോ നോട്ട് ഇഷ്യൂ ചെയ്യുന്നത് അതിന് തുല്യമായിട്ടുള്ള എന്തുണ്ടാവും? അസറ്റ്സ് ഉണ്ടാവും. ക്ലിയർ? ഈ അസറ്റ്സ് എല്ലാം ഇഷ്യൂ ഡിപ്പാർട്ട്മെൻറ്റ് കീഴിൽ സേഫ് കസ്റ്റഡിയിൽ വയ്ക്കുകയാണ് ചെയ്യുക. ഈ അസറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ പിന്നീട് താഴെ വരുന്നുണ്ട് കേട്ടോ. അത് ഗോൾഡ് ആവാം, സിൽവർ ആവാം, ബുള്ളിയൻസ് ആവാം, ഫോറിൻ എക്സ്ചേഞ്ച് ആവാം, ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആവാം. ഓക്കെ, അങ്ങനെയൊക്കെ ഇതിൻ്റെ ബാക്കിങ്ങോട് കൂടിയാണ് എന്ത് ചെയ്യുക?
നോട്ടുകൾ ഇഷ്യൂ ചെയ്യുക, അല്ലാതെ വെറുതെ നോട്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ ഇതിലുള്ള ബാക്കിങ് ആവശ്യമായിട്ട് വരും. So as per the section 33 of the Reserve Bank of India, the issue department is required to maintain reserves in the form of gold coin, clear, gold, okay, then again bullion, clear, precious metal natham, clear, foreign securities or foreign exchange, clear, rupee coins, legal coins issued by government of India, clear, then government of India securities, okay, such as bill of exchange, promissory note, government securities, ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് വരും. ഓക്കെ, ഇനി സിസ്റ്റം ഓഫ് നോട്ട് ഇഷ്യൂ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കേണ്ട ഒരു കാര്യമാണ് എന്താണ്, എങ്ങനെയാണ് നോട്ട് ഇഷ്യൂ, കറൻസി നോട്ടുകൾ ഇഷ്യൂ ചെയ്യുക, എന്ത് സിസ്റ്റമാണ് ഉള്ളത്. ക്ലിയർ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934 പ്രിസ്ക്രൈബ്സ് പ്രപ്പോർഷൻ റിസർവ് സിസ്റ്റം, ക്ലിയർ, ഫോർ നോട്ട് ഇഷ്യൂ. നേരത്തെ അതായിരുന്നു ഉണ്ടായിരുന്നത്, ക്ലിയർ, പ്രപ്പോർഷൻ റിസർവ് സിസ്റ്റം. ഇപ്പോൾ അതില്ല, ക്ലിയർ. റിസർവ് ബാങ്ക് ഈ സിസ്റ്റത്തിൽ മാറി. പക്ഷേ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വരുന്ന സമയത്ത് ഈ സിസ്റ്റമാണ് ഫോളോ ചെയ്തിരുന്നത്, പ്രപ്പോർഷണൽ റിസർവ് സിസ്റ്റം. അപ്പോൾ എക്സാമിന് ചോദിക്കുമ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയാം. ക്ലിയർ. പ്രപ്പോർഷണൽ റിസർവ് സിസ്റ്റം ഈസ് ദി ക്ലിയർ ട്രഡീഷണൽ സിസ്റ്റം ഓഫ് നോട്ട് ഇഷ്യൂ ഫോളോഡ് ബൈ RBI, clear, at the time of its inception, clear, 1934-35 ആ പീരീഡ് അപ് ടു 1956 വരെ അത് തന്നെയായിരുന്നു. അതിനുശേഷമാണ് മാറ്റുന്നത്. ക്ലിയർ. ഇതനുസരിച്ച് ആസ് പെർ ദിസ് സിസ്റ്റം, ക്ലിയർ, നോട്ട് ലെസ് ദാൻ 40% of the total volume of notes issued by RBI is to be covered by gold coin, bullion and foreign securities. ക്ലിയർ. 40% വരുന്ന നോട്ട് ഇഷ്യൂന് ഇതെല്ലാം വേണം. ക്ലിയർ. 25 to 40 എന്നാണ് പറയുന്നത്. ക്ലിയർ. ഈ സിസ്റ്റം അനുസരിച്ച് 25% മുതൽ 40% വരെയുള്ള നോട്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ ആകെ വോള്യത്തിൻ്റെ 25 to 40% എന്ത് ചെയ്യണം, ഗോൾഡ് റിസർവ് അല്ലെങ്കിൽ ഗോൾഡോ ബുള്ളിയനോ, ക്ലിയർ, ഫോറിൻ സെക്യൂരിറ്റീസ് ഒക്കെ വെക്കണം. അത് സെക്യൂരിറ്റീസായി വെച്ചുകൊണ്ടാണ് അതിന് തുല്യമായിട്ടുള്ള നോട്ടുകൾ ഇഷ്യൂ ചെയ്യുക. ബിയോണ്ട് ദാറ്റ് ഈ 40% ആണെങ്കിൽ ബിയോണ്ട് അല്ലേ, 40% ശേഷം വരുന്ന എമൗണ്ട് അത് എന്ത് ചെയ്യാം, സെക്യൂരിറ്റീസ് അതിന് എന്ത് വേണമെന്നില്ല, ഗോൾഡോസ് അല്ലെങ്കിൽ പ്രഷ്യസ് ബുള്ളിയനോ അല്ലെങ്കിൽ ഫോറിൻ സെക്യൂരിറ്റീസോ വേണമെന്നില്ല. സോ ബാലൻസ് 60% ഈസ് ബാക്ക്ഡ് ബൈ government securities or rupee coin, clear. Then Indian government securities and eligible commercial bills ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ളത് ഇഷ്യൂ ചെയ്യാം. ഇതായിരുന്നു ആദ്യത്തെ സിസ്റ്റം. പക്ഷെ അത് പ്രോബ്ലമാറ്റിക് ആണ് അല്ലേ, 40% വരെ ഗോൾഡ്, ബാക്കിയുള്ളത് ഇല്ല. അപ്പോൾ ആ രീതിയിലൊരു പ്രോബ്ലമായിട്ട് വരും. ക്ലിയർ. സോ ദ വോള്യൂം ഓഫ് ഗോൾഡ് കോയിൻസ് ആൻഡ് ബുള്ളിയൻ ഹെൽഡ് ബൈ RBI ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 40 crores. ക്ലിയർ. 40 കോടി രൂപയിൽ കുറയാൻ പാടില്ല എന്നായിരുന്നു ആക്ടിലൊക്കെ ഉണ്ടായിരുന്നു. ക്ലിയർ. അപ്പോൾ 40 കോടി രൂപ എന്ന് പറയുന്നത് ആദ്യം ഏർലി പീരീഡിൽ അല്ലെങ്കിൽ 1934 ആ പീരീഡിലൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ടാണ്. ക്ലിയർ. അത് സബ്സിക്വൻ്റ്ലി എന്തായിട്ട് മാറുന്നു, ഇതൊരു നെഗ്ലിജൻ്റ് എമൗണ്ട് ആയിട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ടാണ് പിന്നീട് അത് മാറ്റുന്നത്. ക്ലിയർ. സോ ദിസ് സിസ്റ്റം വാസ് ഗിവൺ അപ്പ് ആൻഡ് എ ന്യൂ സിസ്റ്റം ഓഫ് നോട്ട് ഇഷ്യൂ വാസ് അഡോപ്റ്റഡ് ഇൻ 1956. ക്ലിയർ. ഒരു അമെൻമെൻറ്റിലൂടെ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അമെൻമെൻറ്റ് ആക്ടിലൂടെ 1956 എന്ത് ചെയ്തു, ഇഷ്യൂൻ്റെ സിസ്റ്റം മാറ്റി. സോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അമെൻമെൻറ്റ് ആക്ട് 1956, ക്ലിയർ, കോൾഡ് മിനിമം റിസർവ് സിസ്റ്റം. So now India follows minimum reserve system of note issue. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ, RBI is required to maintain, clear, rupees 200 crores in the form of gold foreign exchange reserve. ക്ലിയർ. അപ്പോൾ അതിനൊരു പരിധി നിശ്ചയിക്കുകയാണ് 200 കോടി രൂപയുടെ. ക്ലിയർ. അതുവരെയുള്ള നോട്ട് ഇഷ്യൂസിന് എന്ത് ചെയ്യാം, ഗോൾഡോസ് അതേപോലെ തന്നെ ബുള്ളിയനോ ഫോറിൻ എക്സ്ചേഞ്ചോ, ക്ലിയർ, അങ്ങനെയുള്ള റിസർവ്സ് ഒക്കെ വയ്ക്കാം. ഇത് മിനിമം റിസർവ് ആണ്. ക്ലിയർ. So a minimum reserve amount has been stated. Clear. Note issue up to that minimum reserve. Clear. അത് എപ്പോഴും RBI കീപ്പ് ചെയ്തിരിക്കണം. മിനിമം ആയിട്ട് വേണ്ട 200 കോടി രൂപയുടെ ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ അല്ലെങ്കിൽ ബുള്ളിയൻ അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച്. ക്ലിയർ. അപ്പോൾ ഇപ്പോഴൊക്കെ മാറി കേട്ടോ. ഇപ്പോൾ നമുക്ക് ഏകദേശം 3 ലക്ഷം 4 ലക്ഷം കോടി രൂപയുടെ ഫോറിൻ എക്സ്ചേഞ്ച് തന്നെ ഉണ്ട് അല്ലേ. നമ്മൾ നേരത്തെ നോക്കിയ പോലെ $540 billion അതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഫോറിൻ എക്സ്ചേഞ്ച്. അതിന് പുറമെയാണ് ഗോൾഡ് റിസർവ്. ക്ലിയർ. ഓക്കെ. അപ്പോൾ മിനിമം ഇത്രയെങ്കിലും വേണമെന്നാണ് പറയുന്നത്. ദെൻ ഔട്ട് ഓഫ് ദിസ് 115 crores മസ്റ്റ് ബി ഓഫ് ദി ഗോൾഡ്. ക്ലിയർ. 115 കോടി രൂപയുടെ ഗോൾഡ് ആയിരിക്കണം. ബാക്കിയുള്ളത് എന്താവാം, ഫോറിൻ എക്സ്ചേഞ്ചോ മറ്റുള്ള സെക്യൂരിറ്റീസോ ആവാം. ഓക്കെ. അമെൻമെൻറ്റ് ആക്ട് ഹാസ് പ്രൊവൈഡഡ് ഫോർ ദി റീവാലുവേഷൻ ഓഫ് ദി ഗോൾഡ് റിസർവ് ഹെൽഡ് ബൈ ദി RBI. ഗോൾഡ് റിസർവ്സിനെ അതിൻ്റെ അതാത് പീരീഡിലുള്ള
വാല്യൂ ചേഞ്ച് അനുസരിച്ച് റീവാല്യൂ ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തുള്ള നോട്ട് ഇഷ്യൂ സിസ്റ്റം. ക്ലിയർ? എന്താണ് ഇപ്പോഴുള്ള സിസ്റ്റത്തിന് പേര് പറയുക? മിനിമം റിസർവ് സിസ്റ്റം. ഓക്കെ, അതിലെന്താണ് അതിൻ്റെ ഒരു പ്രത്യേകത? ആദ്യത്തെ 200 കോടി രൂപ ഒരു മിനിമം റിസർവ് വെക്കണം. ക്ലിയർ? ദാറ്റ് ഈസ് അപ് ടു 200 crore rupees വരെ ഗോൾഡ് അല്ലെങ്കിൽ ബുള്ളിയൻ അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് ക്ലിയർ വെക്കണം. അതിനുശേഷം വരുന്ന നോട്ട് ഇഷ്യൂ എന്ത് വേണ്ട? ഗോൾഡോ ബുള്ളിയനോ സിൽവറോ അല്ലെങ്കിൽ നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ചോ വേണമെന്നില്ല. ഇറ്റ് ക്യാൻ ബി ഇഷ്യൂഡ് ബൈ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, ഗവൺമെൻറ് ബിൽ അല്ലെ, കൊമേഴ്ഷ്യൽ ബിൽ, ഗവൺമെൻറ് പ്രോമിസ്. ക്ലിയർ? ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇഷ്യൂ ചെയ്യാം. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഫോളോ ചെയ്യുന്ന സിസ്റ്റം. സോ നോട്ട് ഇഷ്യൂമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും 5 തരത്തിലുള്ള മെത്തേഡ്സ് ഉണ്ട് കേട്ടോ. നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപക്ഷെ നമ്മുടെ സിലബസിൽ മുഴുവൻ ഡിസ്കസ് ചെയ്യുന്നില്ലെങ്കിൽ പോലും നമ്മൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുകയാണ്. ഓക്കെ, സോ ദർ ആർ മെയിൻലി 5 ഇമ്പോർട്ടൻറ്റ് സിസ്റ്റം ഓഫ് നോട്ട് ഇഷ്യൂ. ഓക്കെ, എന്തൊക്കെയാണ് ആ സിസ്റ്റം ഓഫ് നോട്ട് ഇഷ്യൂ പ്രബലൻറ്റ് ഇൻ വേൾഡ്? ക്ലിയർ? നമ്മൾ വ്യത്യസ്ത രാജ്യങ്ങളിൽ വ്യത്യസ്ത സിസ്റ്റം ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇൻ്റർനാഷണലി പ്രബലൻ്റ് ആയിട്ടുള്ള 5 സിസ്റ്റംസ് ആണ് ഇത്. നമ്പർ 1, സിമ്പിൾ ഡിപ്പോസിറ്റ് സിസ്റ്റം. ക്ലിയർ? അതുപോലെ തന്നെ ഫിക്സഡ് ഫൈഡൂഷ്യറി സിസ്റ്റം, മിനിമം ഫൈഡൂഷ്യറി സിസ്റ്റം, പ്രൊപ്പോർഷണൽ റിസർവ് സിസ്റ്റം ആൻഡ് മിനിമം റിസർവ് സിസ്റ്റം. ഇതിൽ 4ാമത്തെ പ്രൊപ്പോർഷണൽ റിസർവ് സിസ്റ്റം ആയിരുന്നു ആദ്യം ഇന്ത്യ ഫോളോ ചെയ്തിരുന്നത്. പിന്നെ ഇതിനെ ഡിസ്കാർഡ് ചെയ്തിട്ട് എന്ത് ചെയ്തു? മിനിമം റിസർവ് സിസ്റ്റത്തിലേക്ക് മാറി. അപ്പോൾ അതല്ലാതെ വേറെയും 3 സിസ്റ്റം ഉണ്ട്. അതാണ് സിമ്പിൾ ഡിപ്പോസിറ്റ് സിസ്റ്റം, അതുപോലെ തന്നെ ഫിക്സഡ് ഫൈഡൂഷ്യറി സിസ്റ്റം, മാക്സിമം ഫൈഡൂഷ്യറി സിസ്റ്റം. ഓരോന്നും ഓരോ സിസ്റ്റം എന്താണെന്ന് ജസ്റ്റ് നോക്കി പോവാം. സോ മെത്തേഡ് 1, ദാറ്റ് ഈസ് സിമ്പിൾ ഡിപ്പോസിറ്റ് സിസ്റ്റം. ഇതിനെ ബാങ്കിങ് സിസ്റ്റം എന്നുകൂടെ പറയാറുണ്ട്. ഇവിടെ എന്ത് ചെയ്യുന്നു? നമുക്ക് ഡിപ്പോസിറ്റ് കിട്ടുന്നു, ലെൻഡ് ചെയ്യുന്നു. ആ രീതിയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് കിട്ടുന്ന നിക്ഷേപം അതിനനുസരിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? നോട്ട് ഇഷ്യൂ ചെയ്യുക. അപ്പോൾ ഒരു ഡിപ്പോസിറ്റ് സിസ്റ്റത്തിൻ്റെ രീതിയിലേക്ക് അത് കൊണ്ടുപോകുന്നതുകൊണ്ട് തന്നെ സിമ്പിൾ ഡിപ്പോസിറ്റ് സിസ്റ്റം എന്ന് പറയുന്നു. ഓക്കെ, so under this system monetary authorities is required to keep 100% clear bullion, gold, silver അല്ലെങ്കിൽ precious metal. clear? എത്ര നോട്ട് ഇഷ്യൂ ചെയ്യുന്നോ അതിന് തുല്യമായുള്ള 100% ഓഫ് നോട്ട് ഇഷ്യൂ ഷുഡ് ബി ബാക്ക്ഡ് ബൈ ബുള്ളിയൻ, precious metal ഓർ ഫോറിൻ എക്സ്ചേഞ്ച്. അതാണ് സിമ്പിൾ ഡിപ്പോസിറ്റ്. അപ്പോൾ ഫോറിൻ എക്സ്ചേഞ്ച് എത്ര കിട്ടുന്നോ അതിന് തുല്യമായിട്ടുള്ള എന്ത് ഇഷ്യൂ ചെയ്യും? നോട്ടുകൾ ഇഷ്യൂ ചെയ്യും. ക്ലിയർ? ഇങ്ങനെ ഒരു ഡിപ്പോസിറ്റ് ക്രെഡിറ്റ് ആ രീതിയിൽ ചെയ്യുന്നതാണ് ഡിപ്പോസിറ്റ് സിസ്റ്റം. സോ ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് ഫുൾ റിസർവ് സിസ്റ്റം. ഇതിന് എന്ത് കൂടെ പേര് പറയും? ഫുൾ റിസർവ് സിസ്റ്റം എന്നുള്ള പേര് കൂടെ പറയും. ക്ലിയർ? സോ ഫുൾ റിസർവ് എന്ന് പറയാൻ കാരണം എന്താ? 100% റിസർവ് ഉണ്ടാവും. ക്ലിയർ? നമുക്ക് നോട്ട് എത്ര ഇഷ്യൂ ചെയ്യുന്നോ അതിന് തുല്യമായിട്ടുള്ള ബുള്ളിയൻ അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ഉണ്ടാകും, ഗോൾഡ് റിസർവ് ഉണ്ടാകും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഫുൾ റിസർവ് സിസ്റ്റം എന്ന് വേണമെങ്കിലും പറയും. സോ ഇവിടെ ഇതൊരു പ്രോബ്ലമാറ്റിക് ആയിട്ടും വരാം. കാരണം എന്താണ്? ഇങ്ങനെയുള്ളൊരു സിസ്റ്റം അനുസരിച്ചിട്ട് അല്ലേ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവില്ല. കാരണം എക്കണോമിയുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് നോട്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. എത്ര ഗോൾഡ് കിട്ടിയോ, എത്ര ബുള്ളിയൻ കിട്ടിയോ, എത്ര ഫോറിൻ എക്സ്ചേഞ്ച് ഉണ്ടോ അത്രയും നോട്ട് മാത്രമേ ഇഷ്യൂ ചെയ്യാൻ പറ്റൂ. എക്കണോമിയിൽ ഒരു സമയത്ത് കൂടുതൽ നോട്ട് ആവശ്യമുണ്ട്, അപ്പോൾ ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെ ചില പ്രോബ്ലംസ് ഇതിന് വരാം. ഓക്കെ, അതുപോലെ തന്നെ 2ാമത്തെ മെത്തേഡാണ് ഫിക്സഡ് ഫൈഡൂഷ്യറി സിസ്റ്റം. ഫൈഡൂഷ്യറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ട്രസ്റ്റ്, ഫെയ്ത്ത് എന്നൊക്കെയാണ് അർത്ഥം. ക്ലിയർ? സെൻട്രൽ ഗവൺമെൻറ്റും അതുപോലെ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലേ, അതൊക്കെ ഒരു ട്രസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഒരു ഫെയ്ത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഫെയ്ത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ട്രസ്റ്റ് എൻ്റെ ബേസിസിൽ ഇഷ്യൂ ചെയ്യാൻ പറ്റുന്ന നോട്ടുകൾക്ക്, കറൻസി നോട്ടുകൾക്ക് ഒരു ഫിക്സഡ് എമൗണ്ട് സ്റ്റേറ്റിരിക്കുന്നു, ഒരു ഫിക്സഡ് ലിമിറ്റ് വെച്ചിരിക്കുന്നു. ആ ലിമിറ്റ് വരെ ഈ ഫൈഡൂഷ്യറി അല്ലെങ്കിൽ ഫെയ്ത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം എന്ത് ചെയ്യാം? നോട്ട് ഇഷ്യൂ ചെയ്യാം. ബാക്കിയുള്ള നോട്ട് ഇഷ്യൂനൊക്കെ എന്ത് വേണം? ഗോൾഡ് അല്ലെങ്കിൽ ബുള്ളിയൻ അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് ആവശ്യമുണ്ട്. ഇതിനാണ് ഫിക്സഡ് ഫൈഡൂഷ്യറി എന്ന് പറയുന്നത്. ഓക്കെ, സോ അണ്ടർ ദിസ് സിസ്റ്റം ഫിക്സഡ് എമൗണ്ട് ഓഫ് നോട്ട് ഈസ് issued by the central bank against the reserves of the government securities. Clear? ഗവൺമെൻറ് സെക്യൂരിറ്റീസോ അല്ലെങ്കിൽ ഗവൺമെൻറ് ബില്ലുകളോ ഗവൺമെൻറ് പ്രോമിസിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാൻ പറ്റുന്നു? ഒരു ഫിക്സഡ് എമൗണ്ട് വരെയുള്ള നോട്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റും. ക്ലിയർ? ദെൻ അതിനുശേഷം ബിയോണ്ട് ദാറ്റ് ലിമിറ്റ് ക്ലിയർ എന്ത് വേണം? ബുള്ളിയൻ വേണം. ക്ലിയർ? സോ the amount issued on the faith or fiduciary of the central bank and is called the fiduciary limit. ക്ലിയർ? ഇങ്ങനെ
സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പ്രോമിസോ സെക്യൂരിറ്റീസിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം അല്ലേ, ഒരു ട്രസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം അല്ലേ നോട്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു ലിമിറ്റ് ഉണ്ടാവും. അതിന് നമ്മൾ എന്ത് പറയുന്നു, ഫൈഡൂഷ്യറി ലിമിറ്റ് എന്ന് പറയുന്നു. ക്ലിയർ. ഈ ഫൈഡൂഷ്യറി ലിമിറ്റ് ഫിക്സഡ് ആണ്. ഫിക്സഡ് എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ടാവും. ക്ലിയർ. സേ ഫോർ എക്സാമ്പിൾ അപ് ടു 1000 crore rupees. അപ്പോൾ ഇതൊരു ഫൈഡൂഷ്യറി ലിമിറ്റാണ് വിചാരിക്കുക. എങ്കിൽ 1000 കോടി രൂപ വരെയുള്ള നോട്ടുകൾ എന്ത് ചെയ്യാം, ഗവൺമെൻറ് സെക്യൂരിറ്റീസിൻ്റെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പ്രോമിസോ അല്ലെങ്കിൽ നോട്ടുകളോ അല്ലെങ്കിൽ ഇതനുസരിച്ചുകൊണ്ട് മാത്രം ഇഷ്യൂ ചെയ്യാം. ബാക്കി അതിന് പുറമേ നമ്മൾ നോട്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ എന്ത് വേണം, അതിന് ബുള്ളിയൻ അല്ലെങ്കിൽ ഗോൾഡ് റിസർവ് അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് ആവശ്യമായിട്ട് വരും. ക്ലിയർ. ഇപ്പോൾ ഈ രീതിയിൽ ഇഷ്യൂ ചെയ്യുന്നതാണ്. അപ്പോൾ നേരത്തെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു ഇഷ്യൂ ആയിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു നോട്ട് ഇഷ്യൂ ആയിരുന്നു പ്രിവെയിൽ ചെയ്തിരുന്നത്. പക്ഷേ പിന്നീട് അതൊക്കെ മാറ്റമാണ് ഉണ്ടായിരുന്നത്. ക്ലിയർ. വേൾഡ് ഓവറിൽ പ്രത്യേകിച്ച് the system was introduced in England. Clear. In 1844 1844 ഇംഗ്ലണ്ടിലാണ് ഇത് സിസ്റ്റം നിലവിൽ വരുന്നത്. ക്ലിയർ. ഇന്ത്യയിൽ 1860 ഇന്ത്യയിലും ഇത് നടപ്പിലാക്കിയത്, പിന്നീട് മാറ്റുകയാണ് ചെയ്തത്. ഫോളോഡ് ബൈ ജപ്പാൻ ആൻഡ് നോർവേ. ക്ലിയർ. ഇവർക്ക് ഈ രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള സിസ്റ്റം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനൊരു പ്രോബ്ലം ഉണ്ട്. എന്താ പ്രോബ്ലം? നമുക്കറിയാം, ആദ്യത്തെ ഒരു ഫിക്സഡ് ഫൈഡൂഷ്യറിയാണ്. അപ്പോൾ ഒരു ഫൈഡൂഷ്യറി ലിമിറ്റ് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക, ഫോർ എക്സാമ്പിൾ 200 crore. അത് കഴിഞ്ഞ് അതിന് ശേഷം ഇതിനൊക്കെ എന്ത് വേണം, ഗോൾഡ് വേണം, അല്ലെങ്കിൽ ബുള്ളിയൻ വേണം, അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് വേണം. അപ്പോൾ ക്യാഷിൻ്റെ ഒരു ക്രൈസിസ് വന്നു. കുറച്ച് കൂടുതൽ ക്യാഷ് ഇഷ്യൂ ചെയ്യണം, കറൻസി ഇഷ്യൂ ചെയ്യണം, പറ്റില്ല. കാരണം എന്താ, ഫൈഡൂഷ്യറി ലിമിറ്റ് ഓൾറെഡി സെറ്റാണ് അല്ലേ, ഓൾറെഡി അത് റീച്ച് ചെയ്തിട്ടുണ്ടാവും. പിന്നീട് ഇഷ്യൂ ചെയ്യണമെങ്കിൽ ഗോൾഡ് വേണം അല്ലേ. അപ്പോൾ അത് കിട്ടാതെ വരുന്ന സമയത്ത്, അത് ഷോർട്ടേജ് വരുന്ന സമയത്ത് നമുക്ക് നോട്ട് കറൻസി ഇഷ്യൂ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരും. അത് പലപ്പോഴും പ്രോബ്ലമായിട്ട് മാറും. എക്കണോമിയിൽ അതൊരു സ്കേഴ്സിറ്റി ഉണ്ടാക്കാനുള്ള കാരണമായിട്ട് മാറും. ക്ലിയർ. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ സമയത്തൊക്കെ ഇതൊരു പ്രോബ്ലമാറ്റിക് ആയിട്ട് മാറിയപ്പോൾ എന്ത് ചെയ്തു, ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം 1919 അല്ലെങ്കിൽ 20 ആ പീരീഡിൻ്റെ ആകുമ്പോഴേക്കും 14 to 19 ആകുമ്പോഴേക്കും വളരെയധികം ക്യാഷ് ക്രഞ്ച് നേരിടുന്ന ഒരു സമയമാണത്. ക്ലിയർ. ലിക്വിഡിറ്റി വളരെയധികം പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള വന്നിട്ടുള്ള സമയം. അതുകൊണ്ട് അവിടെ ആ സമയത്ത് മണി സർക്കുലേഷൻ വളരെ കൂട്ടണമായിരുന്നു. പക്ഷേ ഇംഗ്ലണ്ടിൽ ഇങ്ങനൊരു സിസ്റ്റമാണുള്ളത്, ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിനൊക്കെ ഇങ്ങനെ ഒരു സിസ്റ്റമാണുള്ളത്. അതുകൊണ്ട് തന്നെ പുതിയ നോട്ട് ഇഷ്യൂ ചെയ്യാനും പറ്റില്ല. അപ്പോൾ അത് മറികടക്കാൻ വേണ്ടി എന്ത് ചെയ്തു, ദേ ഹാവ് ചേഞ്ച് ദ സിസ്റ്റം. ക്ലിയർ. ഫിക്സഡ് ഫൈഡൂഷ്യറി ലിമിറ്റ് വേണ്ടാന്ന് വെച്ചിട്ട് പിന്നെ എന്ത് ചെയ്തു, വേറൊരു സിസ്റ്റം ഉണ്ട്. സോ മാക്സിമം ഫൈഡൂഷ്യറി എന്നാണ് പറയുന്നത്. സോ മാക്സിമം ഫൈഡൂഷ്യറി ലിമിറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താ, പുതിയൊരു സിസ്റ്റമാണ്. ഇതൊരു വേരിയൻ്റ്, ഫൈഡൂഷ്യറിയുടെ ഒരു വേരിയൻ്റ് ആയിട്ട് പറയാം. അണ്ടർ ദിസ് സിസ്റ്റം, so there is a maximum limit up to which a central bank is authorized to issue notes without any gold reserve. Clear. ഇവിടെ ഒരു ഫിക്സഡ് എമൗണ്ട് സ്റ്റേറ്റ് ചെയ്യുന്നതിന് പകരം ചെയ്യുന്നു, ഒരു മാക്സിമം ഫൈഡൂഷ്യറി ലിമിറ്റ് വയ്ക്കുന്നു, ഒരു മാക്സിമം ലിമിറ്റ് വയ്ക്കുന്നു. ക്ലിയർ. അപ്പോൾ ആ ലിമിറ്റ് വരെ നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻ ബി ഓതറൈസ്ഡ് ടു ഇഷ്യൂ നോട്ട്സ് വിത്തൗട്ട് ഗോൾഡ് റിസർവ്. ക്ലിയർ. അതിനുശേഷം ഇഷ്യൂ ചെയ്യുമ്പോൾ മാത്രം, ബിയോണ്ട് ദാറ്റ്, ക്ലിയർ, നമുക്ക് എന്ത് വേണം, ഇത് വേണം. ക്ലിയർ. ബട്ട് there has to be full backing of gold reserves beyond the limit. അപ്പോൾ മാക്സിമം ഫൈഡൂഷ്യറി ലിമിറ്റ് റീച്ച് ചെയ്യുകയാണെങ്കിൽ അല്ലേ, അതിന് ശേഷം ഇഷ്യൂ ചെയ്യുന്ന കറൻസിക്കൊക്കെ ഗോൾഡ് മതി. ക്ലിയർ. അപ്പോൾ മാക്സിമം ഫൈഡൂഷ്യറി ലിമിറ്റ് റീസെറ്റ് ചെയ്യാൻ പറ്റും അല്ലേ നമുക്ക്. അപ്പോൾ ഇത്ര വരെ ആവാം. സേ ഫോർ എക്സാമ്പിൾ അപ് ടു 10,000 crore rupees വരെ മാക്സിമം. ക്ലിയർ. വിത്തൗട്ട് ഗോൾഡ് റിസർവ് നമുക്ക് ഇഷ്യൂ ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടെ ഫ്രീഡമായി, കുറച്ചുകൂടെ നമുക്ക് ആ പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും, ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഉപയോഗിച്ച് തന്നെ നമുക്ക് കറൻസി നോട്ടുകൾ ബാങ്കുകൾക്ക്, സെൻട്രൽ ബാങ്കുകൾക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റും. ക്ലിയർ. മണി സർക്കുലേഷനെ നിയന്ത്രിക്കാനോ അതുപോലെ തന്നെ മണി സർക്കുലേഷൻ കൂട്ടാനൊക്കെ പറ്റും. ഓക്കെ. അതിന് ശേഷം ഇഷ്യൂ ചെയ്യുന്നതിന് ഗോൾഡ് അല്ലെങ്കിൽ ബുള്ളിയൻ നമ്മൾ എന്ത് വെക്കണം, റിസർവ് ആക്കി വെക്കണം. അപ്പോൾ ഇതാണ് മാക്സിമം ഫൈഡൂഷ്യറി സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ. ഇവിടെയും ഇതിനും എന്തുണ്ട്, പ്രോബ്ലംസ് വരും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു പുതിയ മെത്തേഡിലേക്ക് വീണ്ടും വരികയാണ്. ദാറ്റ് ഈസ് കോൾഡ് പ്രൊപ്പോർഷണൽ റിസർവ് സിസ്റ്റം. ക്ലിയർ. ഇപ്പോൾ ഈ പ്രൊപ്പോർഷണൽ റിസർവ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താ, സോ ഇൻ ദിസ് സിസ്റ്റം certain percentage of the total notes issued by the central bank has to be maintained in gold reserves. Clear. ഗോൾഡോ അല്ലെങ്കിൽ ബുള്ളിയനോ അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ചോ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ക്ലിയർ. അതിൻ്റെ പെർസെൻറ്റേജ് ആണ് പറയുന്നത്. ക്ലിയർ. ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ. 25 to 40% വരെ ഇത് വേണം. ക്ലിയർ. കൺട്രീസ് ലൈക്ക് സ്വിറ്റ്സർലാൻഡ്, ഹോളണ്ട്, ക്ലിയർ, ബെൽജിയം, USA, ഇന്ത്യ അപ് ടു 1956 വരെ
ഈ സിസ്റ്റമാണ് ഫോളോ ചെയ്തിരുന്നത്. ക്ലിയർ? ഇൻ ദിസ് സിസ്റ്റം ഈസ് സിമ്പിൾ ആൻഡ് എലാസ്റ്റിക്. ക്ലിയർ? ദ മണി സപ്ലൈ ക്യാൻ ബി ചേഞ്ച്ഡ് വിത്ത് ദി ചേഞ്ച് ഇൻ ദി പെർസെൻറ്റേജ് ഓഫ് ഗോൾഡ് റിസർവ്. ഓക്കെ, സോ it provides for the sufficient security because a certain percentage of note issue is supported by gold. അപ്പോൾ അതിന് ശേഷം വരുന്ന നോട്ട് ഇഷ്യൂന്ന് എന്ത് ചെയ്താൽ മതി? ഗവൺമെൻറ്റിൻ്റെ സെക്യൂരിറ്റീസ് മതിയാവും. അപ്പോൾ ഈ രീതിയിലുള്ളൊരു സിസ്റ്റമാണ് പ്രൊപ്പോർഷണൽ റിസർവ്. അപ്പോൾ പ്രൊപ്പോർഷണൽ റിസർവിൽ രണ്ട് കേസസ് വരുന്നു. ക്ലിയർ? അപ് ടു 25% to 40% വരെ ഒന്നും. ക്ലിയർ? ബാക്കിയുള്ള റിമൈനിങ് 60% വേറെ ഒന്നും. അപ്പോൾ അതാണ് നമ്മൾ നേരത്തെ നോക്കിയത്. അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യാം? കറൻസീസ് ഇഷ്യൂ ചെയ്യാം. ഇത് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു സിസ്റ്റമായിട്ട് നമുക്ക് കരുതാൻ പറ്റും. പക്ഷേ ഇതിനൊരു പ്രത്യേകതയുണ്ട് അല്ലേ? ഇങ്ങനെ വരുന്ന സമയത്ത് കുറച്ച് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? കീപ്പ് ചെയ്താൽ മതി, ബാക്കിയുള്ളതൊക്കെ ചെയ്യാമെന്ന് പറയുമ്പോൾ എന്താവും? ഉടനെ അതൊരു പ്രോബ്ലമാറ്റിക് ആയിട്ട് മാറും. ക്ലിയർ? അല്ലെങ്കിൽ കൂടുതൽ നോട്ടുകൾ ഇഷ്യൂ ചെയ്യാനുള്ളൊരു ടെൻഡൻസി അതോടുകൂടി വരും. അങ്ങനെ വരുന്ന സമയത്ത് എന്തായിട്ട് മാറും? അത് ഒരു അൺഎക്കണോമിക്കലായിട്ടുള്ളൊരു പ്രാക്ടീസായിട്ട് പിന്നീട് മാറാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സോ ഫസ്റ്റ്ലി ഇറ്റ് ഈസ് അൺഎക്കണോമിക്കൽ ബിക്കോസ് ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് ഗോൾഡ് റിസർവ് ഹാസ് ടു ബി കെപ്റ്റ് വിച്ച് കൻ നോട്ട് ബി ഇഷ്യൂഡ് ഫോർ പ്രൊഡക്റ്റീവ് പർപ്പസസ്. അതൊരു പ്രോബ്ലമായിട്ട് വരാം. 40% എന്ന് പറയുമ്പോൾ ആകെ വോള്യത്തിന് 40%. അപ്പോൾ നമ്മൾ ഗോൾഡ് അത്രയും കണ്ടെത്തണം. ക്ലിയർ? അതൊരു ഇഷ്യൂ ആയിട്ട് മാറുന്നു. സോ ദാറ്റ് ഇസ് വൈ ഇറ്റ് ബിക്കം എ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ അത് മറികടക്കാൻ വേണ്ടിയിട്ടാണ് പിന്നീട് നമ്മൾ എന്ത് ചെയ്തത്? മിനിമം റിസർവ് സിസ്റ്റം കൊണ്ടുവന്നത്. ക്ലിയർ? മിനിമം റിസർവ് സിസ്റ്റം നമ്മൾ പറഞ്ഞു ഇന്ത്യ 1956 മുതൽ നടപ്പിലാക്കിയുള്ളൊരു സിസ്റ്റമാണ് അല്ലേ? അപ്പോൾ അതനുസരിച്ച് എന്ത് ചെയ്യാം? ഒരു 200 crore rupees വരെയുള്ള എമൗണ്ട് മിനിമം റിസർവ്. അത്രയുള്ള റിസർവ് നമ്മൾ എന്ത് ചെയ്യണം? വി നീഡ് ടു കീപ്പ് ഇറ്റ് ഇൻ ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ അല്ലെങ്കിൽ ബുള്ളിയൻ അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച്. ബിയോണ്ട് ദാറ്റ് അതിന് ശേഷം വരുന്നത് നമുക്ക് എന്ത് ചെയ്യാം? ഗവൺമെൻറ് സെക്യൂരിറ്റീസിൻ്റെ ബാക്കിങ്ങോടുകൂടി നോട്ടുകൾ ഇഷ്യൂ ചെയ്യാം. ക്ലിയർ? സോ ദാറ്റ് ഈസ് കോൾഡ് മിനിമം റിസർവ് സിസ്റ്റം. അപ്പോൾ ഇങ്ങനെയുള്ള 5 റിസർവ് സിസ്റ്റം അല്ലെങ്കിൽ 5 സിസ്റ്റമാണ് നോട്ട് ഇഷ്യൂവിന് വേണ്ടി പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ മിനിമം റിസർവ് സിസ്റ്റം, അണ്ടർ ദിസ് സിസ്റ്റം ക്ലിയർ എന്ത് ചെയ്യുന്നു? ദ സെൻട്രൽ ബാങ്ക് ഈസ് ഓതറൈസ്ഡ് ടു ഇഷ്യൂ നോട്ട്സ് അപ് ടു ലിമിറ്റ്. ക്ലിയർ? അപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ അത് എത്രയാണ്? സോ ഇൻ ഇന്ത്യ ഇറ്റ് ഈസ് 200 crore. ക്ലിയർ? 200 കോടി രൂപയാണ് നമുക്കിവിടെ നമ്മൾ മിനിമം റിസർവ് ആയിട്ട് വെച്ചിരിക്കുന്നത്. ക്ലിയർ? ബിയോണ്ട് ദാറ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഗവൺമെൻറ് സെക്യൂരിറ്റീസ് കൊണ്ട് ഇഷ്യൂ ചെയ്യാം. അതിൽ 115 കോടി എന്തായിരിക്കണം? ഗോൾഡ് റിസർവ് ആയിരിക്കണം. ബാക്കിയുള്ള 5 കോടി രൂപ അല്ലെങ്കിൽ 95 കോടി രൂപയുടെ എന്തായിരിക്കാം? ഫോറിൻ എക്സ്ചേഞ്ച് ആവാം. അപ്പോൾ ഇതൊക്കെ മാറി അല്ലേ? ഇപ്പോൾ ഇതൊക്കെ പണ്ട് 1956 സെറ്റ് ചെയ്ത ലിമിറ്റാണ്. ക്ലിയർ? നൗ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ തന്നെ നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് തന്നെ ഏകദേശം 3,90,000 crore rupees അല്ലെങ്കിൽ ഏകദേശം 4 ലക്ഷം കോടി രൂപയുടെ അടുത്ത് നമുക്ക് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് തന്നെ ഉണ്ട് റിസർവ് ബാങ്കിൻ്റെ കൈവശം. ക്ലിയർ? ഗോൾഡ് ഇതിന് പുറമെയാണ്. അപ്പോൾ ഇങ്ങനെ വളരെയധികം കൂടുതൽ എമൗണ്ട് ഉണ്ട്. എനിവേ ദിസ് ഈസ് ദ മെത്തേഡ് ഫോളോഡ് ബൈ ഇന്ത്യൻ ക്ലിയർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫോർ നോട്ട് ഇഷ്യൂ. ഇതുപോലെ ഓരോ രാജ്യങ്ങളുടെയും സെൻട്രൽ ബാങ്കുകൾ അതാത് രാജ്യങ്ങളുടെ നിയമം അനുസരിച്ചിട്ട് ക്ലിയർ ഓരോ സിസ്റ്റം ഓഫ് നോട്ട് ഇഷ്യൂ ഉണ്ടാവും.